2022 റിലീസ് ചെയ്ത് കേരളമാകെ വലിയ തരംഗമായി മാറിയ സിനിമയാണ് ഹൃദയം. ഈ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ വീണ്ടും ഒന്നിക്കുമെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ആവേശം വളരെ വലുതായിരുന്നു. ഒടുവിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുക്കി. കഴിഞ്ഞ വർഷം പുറത്തു വന്ന ടീസറിന് വൻ പ്രേക്ഷക പ്രശംസയാണ് ലഭിച്ചിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞ കാര്യങ്ങൾ ഇക്കൂട്ടത്തിൽ പ്രധാനം. വിൻറ്റേജ് ലുക്കുള്ള 2 കാലഘട്ടങ്ങൾ പറയുന്നൊരു സിനിമയാകും വർഷങ്ങൾക്ക് ശേഷം എന്നാണ് ടീസർ നൽകുന്ന സൂചന. ചിത്രത്തിൽ പ്രണവിൻ്റെ ചില പ്രകടനങ്ങൾ മോഹൻലാലിന് തുല്യമാണെന്നും ഏവരും പറയുന്നു. പ്രത്യേകിച്ച് ടീസറിൽ പ്രണവ് കള്ളു കുടിക്കുന്ന സീനുണ്ട്. ഇത് അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിൽ മോഹൻലാൽ ചെയ്യുന്നത് പോലെയാണെന്നും അതേ മാനസമാണെന്നും വിൻറ്റേജ് ലാലേട്ടനെ കാണുന്നെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി എന്നിങ്ങനെ ഏവരും പറയുന്നു. ഇത് ഒരാൾ പറഞ്ഞത് സാഗർ കോട്ടപ്പുറം 2 ആണെന്നുമാണ്. എന്നാൽ പ്രണവിൻ്റെ കഥാപാത്രത്തെ പ്രശംസിക്കുന്നതിനൊപ്പം തന്നെ ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. പ്രണവ് കഷ്ടപ്പെട്ട് മോഹൻലാലിന് പഠിക്കുകയാണ് എന്നാണ് ഇവരുടെ പക്ഷം. പ്രണവ് വളരെ കഷ്ടപ്പെട്ട് മോഹൻലാലിന് പഠിക്കുന്നത് പോലെ തോന്നി എന്നാണ് ഒരാളുടെ കമൻറ്റ്. ഇതിന് മറുപടിയായി മറുവശം രംഗത്തെത്തി. അയാൾ മാനസത്തിൽ സ്വന്തം അച്ഛൻ കയറി വരുന്ന എന്ത് സ്വാഭാവികത എന്നൊക്കെ ചിലരും ചോദിച്ചു. ഇതൊക്കെ തോന്നലാണെന്നും ഓരോ ജീൻ ചില പോലെ പ്രവർത്തിക്കുമെന്നും ഒക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. എന്നാൽ മോഹൻലാലിൻ്റെ മോനാണ്, അപ്പോൾ അപ്പൻ്റെ ഭാവങ്ങൾ മോന് കാണുമെന്നും പലരും അവകാശപ്പെട്ടു. എന്തൊക്കെ ഇരുന്നാലും വർഷത്തിൻ്റെ ടീസർ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പാണ്. വിനീതിൻ്റെ മറ്റൊരു ഗംഭീര ചിത്രമാകും ഇതെന്ന് വിലയിരുത്തലുകൾ. ചിത്രം ഏപ്രിൽ 15 റംസാൻ വിഷു റിലീസായി പ്രേക്ഷകരുടെ മുന്നിലെത്തും. അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, നീരവ് മാധവ്, നീത, അർജുൻ ലാൽ, അശ്വൻ ലാൽ, ഹലേഷ്, ഷാൻ റഹ്മാൻ എന്നീ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ചിത്രം കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ഇതൊരു വൻ ഇൻഡസ്ട്രിയൽ ഹിറ്റാകട്ടെ എന്നും എപ്പോഴത്തെ പോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു മാജിക്കും വരട്ടെ എന്നും ആശംസിക്കുന്നു. ചിത്രത്തിൽ ഒരു പ്രധാന റോളിൽ നമ്മുടെ നിവിൻ പോളി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് പുള്ളിയുടെ ഡയലോഗായ നെപ്പോട്ടിസം എന്ന ഡയലോഗ് വൻ ഹിറ്റിലേക്ക് മാറിയിരിക്കുന്നു എന്നും കൂടെ ഈ സമയത്ത് പറയാൻ സാധിക്കും. എന്നാൽ ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഏപ്രിൽ 15 നമുക്ക് കാണാം.